അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫശരീഅത്തുൻ നഹ്റും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. ശരീഅത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മഹത്തായ ദീനിനെ മുറുകെ പിടിക്കലാണ്. അവന്റെ ദീനിന്റെ ഏറ്റവും ബാഹ്യമായ അർത്ഥത്തിൽ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യണം, എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യരുത്, ഐച്ഛികമായിട്ടും അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ നിന്നും തീരെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ ചെയ്തു വന്നാൽ അത് പ്രവർത്തിച്ചതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാൻ യോഗ്യമല്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഇത്തരത്തിൽ ശരീഅത്ത് എന്ന് പറയുന്ന ഒരു മഹത്തായ വലിയ ഇസ്ലാമിന്റെ നെടുംതൂണാണ് ശരീഅത്ത്. ഇതിനെ മുറുകെ പിടിക്കലാണ് നാം ശരീഅത്ത് ജീവിതത്തിൽ പകർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ നാം ജീവിതത്തിൽ നിലനിർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്, നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൊണ്ട് നമ്മെ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ജീവിതത്തിൽ നാം എപ്പോഴും മുറുകെ പിടിക്കുമ്പോഴാണ് അതിനെ നാം നിലനിർത്തുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നാം ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അല്ലാഹുവിന് വഴിപ്പെടാതെ നാം മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ ആരാധിക്കൽ, തീർച്ചയായിട്ടും അത് ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന സംഗതിയാണ്. അത് ഹറാമായ സംഗതിയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ തന്നെ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഗതികൾ നാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തൽ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന നിഖില മേഖലകളിലും നാം അല്ലാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുമ്പോഴാണ് പരിപൂർണാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ശരീഅത്തിനെ നാം പാലിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും ഹഖീഖത്തിന്റെയും അഹ്ലുകാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ത്വരീഖത്തിന്റെ ആളാണ്, ഞാൻ ഒരുപാട് വലിയ മർത്തബകളിൽ ഒരുപാട് വലിയ സ്ഥാനമാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിൽ വളരെയധികം അല്ലാഹുവിനോട് അടുത്ത അവന്റെ പ്രിയപ്പെട്ട അവന്റെ ഇഷ്ടദാസനാണ് എന്ന് ജനങ്ങൾക്കിടയിൽ കൊട്ടിഘോഷിക്കുകയും അവരുടേതായിട്ടൊരു പ്രസ്ഥാനം നിർമ്മിച്ചുകൊണ്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് അവർ എന്താണ് ചെയ്യുന്നത്? അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കുകയാണ്. അല്ലാഹു ചെയ്യാൻ പാടില്ല എന്ന് ഉറച്ച് അവന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച ഖുർആനിലും ഹദീസിലും മഹാന്മാരുടെ ഇജ്മാ മുഖേനയും നമുക്ക് കാണിച്ചു തന്ന സംഗതികൾ, അതിന് യാതൊരു തെറ്റുമില്ല. അത് അവർ ഒന്നിച്ചിരുന്നു കൊണ്ട് വാദ്യോപകരണങ്ങൾ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ സംഗീതാസ്വാദനങ്ങളിലൂടെ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇവർ ശരീഅത്ത് പാലിച്ചിട്ടുള്ളത്? ഇവർക്ക് ശരീഅത്തുമില്ല, ത്വരീഖത്തുമില്ല, ഹഖീഖത്തുമില്ല. ഇത് മൂന്നും ഇവർക്ക് അന്യമായിട്ടുള്ള സംഗതിയാണ്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ത്വരീഖത്തിനെയും അതിന്റെ ശരീഅത്തിനെയും വലിച്ചു കീറിക്കൊണ്ട് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ചെയ്തികളുമായിട്ട് പുതിയ ആശയങ്ങൾ നമുക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ജീവിതത്തിൽ വളരെയധികം ബോധവാന്മാരാകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ മഹത്തായ അവന്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണെന്ന് നമ്മെ ആര് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും അവന്റെ ജീവിതം നാം ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ട്. അവൻ എത്രത്തോളം ജീവിതത്തിൽ അല്ലാഹുവിന്റെ നിയമങ്ങളെ അനുഷ്ഠിക്കുന്നുണ്ട്. ശരീഅത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു കാര്യം അവന്റെ ജീവിതത്തിലോ അവനുമായി ബന്ധപ്പെട്ടതിലോ നാം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ നാം അനുസരിക്കരുത്. അവനെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഒരു ഷെയ്ഖായി കൊണ്ടോ
ഒരു ഗുരുവായി കൊണ്ടോ അവനെ നമ്മിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിന്റെ നിയമങ്ങളിൽ തന്നെ അവൻ മായം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അവൻ പിന്തുടരാൻ പറ്റിയ ഒരു ആളല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ചതു പ്രകാരം ജീവിക്കുവാനും അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും പാടെ മാറ്റി നിർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.